എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. ഇന്ന് ഈ ആഴ്ചയിൽ നമ്മൾ നോക്കാൻ പോണ ഹോളിവുഡിൽ എന്തൊക്കെ പുതിയ സിനിമകളുടെ ന്യൂസ്, അപ്ഡേറ്റ്സ്, കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തൊക്കെ പുതിയ കോൺട്രവേഴ്സികൾ സംഭവിക്കുന്നുണ്ട്, DC-യുടെയും മാർവലിന്റെയും ഭാഗത്ത് നിന്ന് വേറെ എന്തൊക്കെയാണ് നമുക്ക് പുതിയ അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഡെഡ്പൂളിന്റെ 3ാം പാർട്ടിന്റെ ട്രെയിലർ വരുന്നു മക്കളെ. യെസ്, ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാത്തിൻ്റെ ഒരു റൗണ്ട് അപ്പ് ആണ് ഇന്ന് ഈ ഒരു ന്യൂസ് അപ്ഡേറ്റ് വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണേ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ആരെയും ബോറടിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, പുറത്ത് കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഗവൺമെൻറ് തീരുമാനിക്കുന്ന കാര്യമാണ്. സോ അവിടെ നമ്മൾ നേരെ സോണിയുടെ മാഡം വെബിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പടം 8 നില പൊട്ടി. യെസ്, പടം ഫ്ലോപ്പായി എന്നുള്ളൊരു കാര്യം നമ്മൾ ഓരോരുത്തരും ഇതിനു മുമ്പ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവർ ഏതാണ്ട് 230 ബില്യൺ ബഡ്ജറ്റ് വെച്ച് ഇറങ്ങിയിട്ട് അതിൻ്റെ 4/1 പോലും അവർക്ക് എന്താണെങ്കിൽ അതിൽ നിന്ന് തിരിച്ചെന്തായാലും കിട്ടിയിട്ടില്ല. സോ അത് വൻ പരാജയം തന്നെയാണ്. അതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഞാൻ എന്തായാലും മെൻഷൻ ചെയ്തേക്കാം. സോ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നത് തന്നെയാണ്. സോ അവിടെ നമ്മൾ ഇനി നേരെ DC യൂണിവേഴ്സിലേക്ക് വന്നാൽ സൂപ്പർമാൻ ലെഗസിയെ കുറിച്ച് നമുക്ക് വേറെ കുറേ പുതിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ആദ്യം തന്നെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് സൂപ്പർമാൻ്റെ ആ ഒരു ലോഗോ നമുക്ക് കിങ്ഡം കമ്മിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ള സൂപ്പർമാൻ്റെ ലോഗോ ആയിട്ട് ആണ് എന്നുള്ളൊരു കാര്യം നമുക്കിപ്പോൾ ഏകദേശം കുറച്ച് ലീക്സിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇത് സത്യം പറഞ്ഞാൽ കിങ്ഡം കമ്മിൻ്റെ ആ ഒരു സെയിം കോമിക്സ് ബുക്കിൻ്റെ ഒരു പാർട്ട് ജെയിംസ് ഗണ്ണും എന്താണെങ്കിലും പുള്ളിക്കാരൻ ട്വിറ്ററിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ എന്താണെങ്കിലും നമുക്ക് എന്താണെങ്കിലും ഉറപ്പിക്കാം, കിങ്ഡം കമ്മിലെ ആ ഒരു സൂപ്പർമാൻ്റെ ലോഗോ തന്നെയായിരിക്കും നമ്മുടെ പുതിയ സൂപ്പർമാൻ ലെഗസിയിൽ വരുന്ന സൂപ്പർമാനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെ. അപ്പോൾ അതുകൂടാതെ തന്നെ നമുക്ക് സൂപ്പർമാൻ ലെഗസിയെ കുറിച്ച് മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഗ്രീൻ ലാൻഡൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൂടി തന്നെയായിരിക്കും നമുക്ക് എന്താണെങ്കിലും ഈ ഒരു സിനിമയിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് മറ്റാരുമല്ല, നേതൻ ഫില്ലിയൻ ആയിരിക്കും. ഗായ് ഗാർണർ എൻ്റെ വെർഷൻ ഓഫ് ഗ്രീൻ ലാൻഡിനെ ആയിരിക്കും നമുക്കിനകത്ത് കിട്ടാൻ പോകണമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഹാൾ ജോർഡൻ എവിടെ എന്ന് ചോദിച്ചാൽ പോയി റയാൻ റെനോൾഡ്സിനോട് ചോദിക്കുക, അല്ലെങ്കിൽ ഡെഡ്പൂൾ 2ാമത്തെ സിനിമൻ്റെ എൻഡ് കണ്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഹാൾ ജോർഡന് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു കാര്യം തന്നെ. സോ എന്താണെങ്കിലും നമുക്ക് എന്താണെങ്കിലും പുതിയൊരു എന്താ പറയുക ഗ്രീൻ ലാൻഡൻ കോപ്സിൻ്റെ ഒരു സീരീസ് അവരെന്താണെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ട്. നേതൻ ഫില്ലിയൻ തന്നെയായിരിക്കും അതിനകത്ത് മെയിൻ ലീഡിൽ വരുന്നത്. ആൻഡ് ഇത് ഈ ഒരു സിനിമയുടെ കണ്ടിന്യൂഷനായിട്ട് DC യൂണിവേഴ്സിൽ സംഭവിക്കാൻ പോകുന്ന ഒരു സീരീസ് ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓവറോൾ നമ്മളിങ്ങനെ പാനലും കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ നല്ലതാണ്. നമുക്ക് എന്താണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം, വലിയ എക്സ്പെക്ടേഷൻ ഒന്നും കൊടുക്കുക, നമുക്ക് പ്രതീക്ഷിക്കാം നല്ലതായിരിക്കും എന്നുള്ള കാര്യം തന്നെ. സോ ഇപ്പോൾ നമ്മൾ ഏതൊരു ഫാൻസിനോട് ചോദിച്ചാലും അല്ലെങ്കിൽ ഏതൊരു മൂവി എന്തൂസിയാസ്റ്റിനോട് ചോദിച്ചാലും നമുക്ക് കേട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സൂപ്പർ ഹീറോ ജോൺറയുടെ അന്തിങ്കടി എത്തി, അത് ഭയങ്കര സാച്ചുറേറ്റഡ് ആയി എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം തന്നെ. പക്ഷെ എന്നിരുന്നാൽ തന്നെ DC മാർവലിനെ മാറ്റി വെച്ചിട്ട് ഇപ്പോഴും അതൊരു സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഏകദേശം ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല, ആമസോൺ പ്രൈം വീഡിയോസിൻ്റെ ബോയ്സ് തന്നെയാണ്. യെസ്, ബോയ്സിൻ്റെ സീസൺ 4ലേക്ക് വേണ്ടി നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയൊരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ജൂൺ 13 നമുക്ക് എന്താണെങ്കിലും അതിൻ്റെ സീസൺ പ്രീമിയർ നമുക്ക് സീസൺ 4 നമുക്ക് ലഭിക്കുന്നത് തന്നെയായിരിക്കും. അതിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് 3 എപ്പിസോഡും റിലീസ് ചെയ്യുന്നത് തന്നെയായിരിക്കും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. പിന്നെ വീക്ക്ലി ബേസ്ഡ് ആമസോൺ പ്രൈം വീഡിയോസിലായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത് തന്നെ. ആൻഡ് ഇത്തവണ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ എൻ്റെ ചെക്കൻ ഹോം ലാൻഡർ വന്ന് ചെയ്യുമെന്നുള്ളൊരു കാര്യം കാണാൻ വേണ്ടി ഞാൻ നിലയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. പിന്നെ മറ്റെന്തായിരുന്നു, സോൾജർ ബോയ് ചിലപ്പോൾ തിരിച്ചു വരുമായിരിക്കും, എനിക്കറിയില്ല. ജെൻസൺ ആക്ലസ് ഒരു കിഡിലം പെർഫോമൻസ് തന്നെയായിരുന്നു ഇതിന് മുമ്പുണ്ടായിരുന്ന സീസണിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആർക്കും ഒരിക്കലും നമ്മുടെ ബുച്ചറിനെ മറക്കാൻ പറ്റില്ല. ബുച്ചറും പൊളിക്കവും തന്നെ നമുക്ക് എന്താണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. പിന്നെ ഇൻവിൻസിബിൾ സീരീസ് ഇപ്പോൾ കറൻ്റ് ഓൺ ഗോയിങ് തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക, അതൊരു പൊളിയായിട്ടുള്ളൊരു സീരീസ് തന്നെയാണ്. സീസൺ 2 ആണ് ഇപ്പോൾ പ്രൈം വീഡിയോസ് ഓടിക്കൊണ്ടിരിക്കുന്നത് തന്നെ. സോ നമുക്കറിയാം ഈ പറയുന്ന ഫീൽഡിൽ തന്നെ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി, പാപ്പരാസി ഒക്കെ സത്യം പറഞ്ഞാൽ എപ്പോഴും കോമൺ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ പൊട്ടത്തരം ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്കിപ്പോൾ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ HBO ഈ റീസെൻ്റ്ലി വാർണർ ബ്രോസിൻ്റെ എക്സിക്യൂട്ടീവ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു ഗെയിം ഓഫ് ത്രോൺസ് വെർട്ടിക്കൽ ഫോർമാറ്റിൽ പിടിച്ച് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ട് എൻ്റയർ ഗെയിം ഓഫ് ത്രോൺസ് ആദ്യം മുതൽ അവസാനം വരെ വെർട്ടിക്കൽ ഫോർമാറ്റിൽ പിടിച്ച് കൊടുക്കുക എന്നൊരു കാര്യം. ഇങ്ങനെയും പൊട്ടന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചു വെച്ച് ലാൻഡ്സ്കേപ്പിൽ കാണാനുള്ള കഴിവ് പോലും ഇല്ല. അല്ലെങ്കിൽ എന്താ പറയുക, TV എടുത്ത് TV കാണണം, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അത് പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ടത് തന്നെ മാർവലും സോണി ആയിട്ടുള്ള അടിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അത് മറ്റൊന്നിനെയും കുറിച്ചല്ല, സ്പൈഡർമാനെ കുറിച്ച് തന്നെയാണ്. സ്പൈഡർമാൻ്റെ 4ാമത്തെ പാർട്ടിനെ കുറിച്ച്. കാരണം ഞാൻ നേരത്തെ നമ്മുടെ പല വീഡിയോസിന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർവലിന് ഇതൊരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു സിനിമയാക്കാനാണ് അവർക്ക് താല്പര്യം. കാരണം ഇപ്പോൾ മാർവലിന് കുറേ അടി കിട്ടിയത് കൊണ്ട് തന്നെ മാർവലിന് തന്നെ അറിയാം
ചുമ്മാ ചറ കുറേ കണ്ടന്റ് ഇറക്കിയിട്ട് കാര്യമില്ല. ഇറക്കുന്ന കണ്ടന്റ് എന്തെങ്കിലും ക്വാളിറ്റി വേണം, എന്നാൽ മാത്രമേ നാട്ടുകാർ പോയി കാണുള്ളൂ എന്നുള്ളൊരു കാര്യം തന്നെ. സോ അത് മാർവൽ പഠിച്ചു, പക്ഷെ സോണിക്ക് ഇപ്പോഴും മാഡം വെബ് കൊണ്ടിട്ടും അവർക്ക് പഠിച്ചില്ല എന്ന് പറഞ്ഞതിൽ പ്രത്യേകിച്ച് ഒരു എന്താ പറയണ്ടേ, അത് അങ്ങനെയാണ് സോണി. അല്ലാതെ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് നോവേ ഹോമിൻ്റെ 2.0 ചെയ്യണമെന്നാണ് സ്പൈഡർമാൻ 4 അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ. ആൻഡ് അതുകൊണ്ട് തന്നെ ജോൺ വാട്സിനെ തിരിച്ച് ഡയറക്ടർ ആക്കണം എന്നൊക്കെ പുതിയ കുറേ കാര്യങ്ങൾ സോണി സത്യം തന്നെ മാർവലിന് പ്രപ്പോസ് ചെയ്യുന്നത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അതുകൂടാതെ തന്നെ സിനിമ 2025 റിലീസ് ചെയ്യണമെന്നുള്ളൊരു കാര്യം തന്നെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ തന്നെ നമ്മൾ ആക്ച്വലി മാർവലിൻ്റെ ആ ഒരു ടൈം ലൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർവലിൻ്റെ തന്നെ സത്യം പറഞ്ഞാൽ അവരുടെ ഒരു പ്രൊജക്റ്റ് മര്യാദയ്ക്ക് ഇറക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു സിനിമ ഇറക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ മാർക്കറ്റിംഗ് ചെയ്യണം, പിന്നെ ഒത്തിരി പ്രീ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് വരുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊന്നും ശരിയാകാതെ പെട്ടെന്നൊരു സിനിമ 2025 ഇറക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു വർഷം, ഏകദേശം ഒരു വർഷം, അല്ലെങ്കിൽ വേണമെങ്കിൽ കൂടി വന്നാൽ ഡിസംബർ എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ കൂടി വന്നാൽ 2 വർഷം കൊടുക്കാം. എങ്ങനെ അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ചോദിച്ചാൽ എനിക്ക് എന്താണെങ്കിലും അറിയില്ല. സോണി ഇതാണ് ഇപ്പോൾ കറൻറ്റ്ലി മാർവലായിട്ട് സത്യം തന്നെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെ. ആൻഡ് മറ്റൊരു അപ്ഡേറ്റ് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. നോവേ ഹോമിൻ്റെ എൻഡിങ്ങിനകത്ത് പീറ്റർ പാർക്കർ ആ ഒരു സ്യൂട്ട് ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇങ്ങനെ വലവിട്ടൊക്കെ പറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ ആ സ്യൂട്ട് തന്നെയായിരിക്കും ഇനി സ്പൈഡർമാൻ 4 വരുമ്പോഴത്തേക്കും സ്പൈഡർമാൻ ഇടാൻ പോകണേ എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ടോണി സ്റ്റാർക്കിൻ്റെ പോലത്തെയുള്ള അഡ്വാൻസ് കോസ്റ്റ്യൂമിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഇനി ഇതേപോലത്തെ സ്പൈഡർമാനെ ആയിരിക്കും നമുക്ക് കാണാൻ പോകുന്നത്. സോണി വീണ്ടും ഒരു മാഡം വെബ് ആക്കരുത്. ഇത് മാത്രം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സോണിയോട് എനിക്ക് പറയാനുള്ളത്. മാർവലിന്റെ കാര്യം പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് എന്താണെങ്കിലും അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റിയെ കുറിച്ചിട്ടുള്ളൊരു കാര്യം. കാരണം ജോണതൻ മേജേഴ്സിനെ അവർ ഫയർ ചെയ്ത് വിട്ടേ പിന്നെ എല്ലാവർക്കും മൈൻഡിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഡൗട്ട് തന്നെയാണ്. അപ്പോൾ കാങ് ഡൈനാസ്റ്റി എന്ന് പറഞ്ഞൊരു സിനിമ സംഭവിക്കില്ല എന്നുള്ളൊരു കാര്യം. റീസെൻ്റ്ലി നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ ആ ഒരു ടൈറ്റിൽ മാറ്റി എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ ജസ്റ്റ് അവഞ്ചേഴ്സ് 5ാം ഭാഗം എന്ന് മാത്രമേ അതിന് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളൂ. കാങ് ഡൈനാസ്റ്റി എടുത്ത് കളഞ്ഞു. കാരണം അവർക്ക് ഓൾറെഡി അറിയായിരുന്നു ജോണതൻ മേജേഴ്സിൻ്റെ ഒരു കേസും കാര്യങ്ങളും നടന്നപ്പോൾ തന്നെ അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ്. നമുക്കിപ്പോൾ ഏകദേശം ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മിക്കവാറും സീക്രട്ട് വാർസ് 1, സീക്രട്ട് വാർസ് പാർട്ട് 2, പാർട്ട് 1, പാർട്ട് 2 ആയിട്ട് അവർ ചെയ്യാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഡൂമിനെ ഒബ്വിയസ്ലി അവർ കൊണ്ടുവരും. അന്ന് പറഞ്ഞ കാങ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ നമ്മൾ ഇനി MCUവിൽ കാണില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ജോണതൻ മേജേഴ്സ് മാറിയതുകൊണ്ട് കാങ്ങിനെ നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കും. ഏത് മൊമെൻറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഒരു ഐഡിയ നമുക്കിപ്പോൾ ലഭിച്ചിട്ടില്ല. പക്ഷേ കാങ് ഡൈനാസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് അവരെന്താണെങ്കിലും എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബ്ലേഡ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ റീഷൂട്ട് സംഭവിക്കുന്ന ഒരു സ്ഥലത്ത്, മറ്റൊരു സ്ഥലത്ത് മാർഷൽ അലി വന്നിട്ട് പറയുന്നു എനിക്ക് എൻ്റെ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല. എന്താണെങ്കിലും ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ സോർട്ട് ഔട്ട് ആയെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും മാർഷൽ അലി ഇപ്പോൾ ഷൂട്ടിങ്ങിന് പോകുന്നുണ്ടെന്നുള്ളൊരു കാര്യം. കാരണം പുള്ളിക്കാരൻ എന്താണെങ്കിൽ അവിടെ, കാരണം പുള്ളിക്കാരൻ ഒരു പോയിന്റ് ഞാൻ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നില്ലെന്ന് വരെ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരന് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. സോ അതുകൊണ്ടാണ് നമുക്ക് പ്രതീക്ഷിക്കാം ബ്ലേഡ് അടുത്ത് തന്നെ വരും എന്നുള്ളൊരു കാര്യവും. സോ ഇനി യൂണിവേഴ്സൽ പിക്ചേഴ്സിന്റെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസി ആയിട്ടുള്ള ജുറാസിക് ഫ്രാഞ്ചൈസിയെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. ഈയിടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയൊരു ട്രിയോളജി അവരവിടെ ഇട്ട് കുക്ക് ചെയ്യണമെന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് നമുക്ക് ഫൈനലി ഒരു ഡയറക്ടറിന്റെ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഗാരത്ത് എഡ്വേർഡ്സ് ആയിരിക്കും ഈ പറയുന്ന പുതിയ ട്രിയോളജി ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ആൻഡ് പുള്ളിക്കാരനെ കുറിച്ച് പറഞ്ഞാൽ സ്റ്റാർ വാർസ്, റോഗ് വൺ, അതേപോലത്തെ സ്റ്റാർ വാർസിന്റെ കുറച്ച് പ്രൊജക്ട്സ് ഒക്കെ പുള്ളിക്കാരൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ ഇപ്പോൾ ലാസ്റ്റ് തുടങ്ങിയ ട്രിയോളജിയും ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ട്രിയോളജിയും വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് അവർ ഇതിനകത്ത് ഇനി പുതിയത് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളൊരു കാര്യം കാണാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. ഞാൻ ഇത്രേ പറയുള്ളൂ, തിരിച്ച് ജുറാസിക് എറയിലേക്ക് പോകും. നമ്മൾ ആരും കണ്ടിട്ടില്ല. അവർക്ക് അവതാർ ലെവൽ അവർക്ക് സത്യം തന്നെ വേണമെന്ന് വിചാരിച്ച് എന്താണെങ്കിലും അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ്. സോ നമുക്ക് നോക്കാം. എന്താണെങ്കിലും ഡയറക്ടറിനെ കിട്ടിയെന്നുള്ളൊരു കാര്യം നമുക്കിപ്പോൾ ആശ്വസിക്കാം. പടം 2025 ഇറങ്ങുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സോ ഇനി ആനിമി ഫാൻസിനെ എക്സൈറ്റഡ് ആക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ റീസെന്റ് നെറ്റ്ഫ്ലിക്സ് വൺ പീസിന്റെ സീരീസ് ലൈവ് അഡാപ്റ്റേഷൻ ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നറൂട്ടോയുടെ ഒരു ഫാൻ ആണെങ്കിൽ നറൂട്ടോയുടെ ലൈവ് അഡാപ്റ്റേഷൻ സിനിമ വരുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും നമുക്ക് വേറെ നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു ന്യൂസ് റിയൽ ആണ്. യെസ്, ആനിമി ഫാൻസ് യുണൈറ്റ്. നമുക്ക് എന്താണെങ്കിലും മറ്റൊരു ലൈവ് അഡാപ്റ്റേഷൻ നമുക്ക് ലഭിക്കുന്നത് തന്നെയായിരിക്കും. ഡ്രാഗൺ ബോൾ പോലെ ആരും ചെയ്യരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ നറൂട്ടോ നല്ലൊരു സിനിമയായിട്ട് എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ഞാൻ പ്രതീക്ഷിക്കാം. ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നത് തന്നെയായിരിക്കും. പിന്നെ നമുക്ക് ഹെൻറി കാവലിൻ്റെ അവസ്ഥയെക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. റീസെന്റ് അതിനെക്കുറിച്ച് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാൻ തന്നെയാണ്. ആൻഡ് ആ വീഡിയോയ്ക്കകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റൻ ബ്രിട്ടൻ്റെ ക്യാരക്ടർ ചെയ്യാനാണ് സാധ്യത വളരെ കൂടുതൽ എന്നുള്ളൊരു കാര്യം തന്നെ. പക്ഷേ ഇപ്പോൾ നമുക്ക് വേറെ പല റൂമേഴ്സ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹെൻറി കാവൽ ചിലപ്പോൾ ഡൂമിനെ പ്ലേ ചെയ്യും, ഹെൻറി കാവൽ സൈക്ലോപ്സിനെ
പ്ലേ ചെയ്യും. ഇതൊന്നും പോരാത്തതിന് പുള്ളിക്കാരനായിരിക്കും നെക്സ്റ്റ് വൂൾവറിൻ എന്നുള്ളൊരു കാര്യം തന്നെ. ദ ലെജൻഡറി ഹ്യൂ ജാക്മാനെ ഒരിക്കലും ആർക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലെന്നാണ് ആസ് എ ഒരു ഫാൻ എൻ്റെ ഒരേ ഒരു ചിന്താഗതി. കാരണം ഇത്രയും കാലം നമ്മൾ ഏതൊരു സൂപ്പർ ഹീറോ, നമ്മൾ പല മീംസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, അതെന്ന് പറഞ്ഞാൽ എല്ലാ സൂപ്പർ ഹീറോസിനെയും പല ആൾക്കാരും പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും വൂൾവറിൻ അന്നു എന്നും ഒരേ ഒരു വൂൾവറിൻ മാത്രമേ ഉള്ളൂ. സോ ആ ഒരു ലെഗസി അങ്ങനെ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാൽ തന്നെ സീക്രട്ട് വേഴ്സിനകത്ത് വൂൾവറിനും ഡെഡ്പൂളൊക്കെ എന്തായാലും വരുന്നത് തന്നെയായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ മാരോൾ ഉദ്ദേശിക്കുന്ന സീക്രട്ട് വേഴ്സ് കഴിഞ്ഞിട്ട് അവർ വലിയൊരു ഷിഫ്റ്റ് ചെയ്യും. സോ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഹെൻറി കാവിൽ പുതിയ വൂൾവറിനാകാനാണ് സാധ്യത കൂടുതലെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും പോരാത്തതിന് പുള്ളിക്കാരൻ സെൻട്രി ആവുമെന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു റൂമേഴ്സ് എന്താണെങ്കിലും ഇപ്പോൾ കറൻ്റ്ലി എന്താ പറയുക എല്ലായിടത്തും പൊട്ടി മുളച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അതിന് എങ്ങോട്ടേക്ക് പോകുന്നുള്ളൊരു കാര്യം നമുക്ക് കണ്ടറിയാം. യെസ്, ഇനി നമുക്ക് നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ്റെ ട്രെയിലർ എന്ന് വരും എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ് നമുക്ക് എന്താണെങ്കിലും സംസാരിക്കാം. ആദ്യം തന്നെ ഞാൻ നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാം. അവർ ട്രെയിലർ ക്ലാസിഫൈഡ് ചെയ്തു എന്നുള്ളൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ട്രെയിലറിൻ്റെ ടോട്ടൽ ടൈം ഡ്യൂറേഷൻ നമ്മൾ നോക്കിയാൽ 1 മിനിറ്റ് 34 സെക്കൻഡാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ടീച്ചറിന് അതിനേക്കാളും കൂടുതലുണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ സീൻസ് വലിച്ചു വാരി കാണിക്കുന്നതിലല്ല കാര്യം. അതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു കണ്ടന്റ് നമ്മളെ എക്സൈറ്റഡ് ആക്കുന്നുണ്ടോ, നമുക്ക് ഗൂസ് ബംപ്സ് തരുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ, ഈ ഒരൊറ്റൊരു കാര്യം മതി. അതുകൊണ്ട് നമ്മൾ ടൈം വെച്ച് നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാൻ പോകല്ല. അതായത് നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നുള്ളൊരു കാര്യം പറയുന്നത് പോലെ തന്നെ. സോ ഇതാണ് നമുക്ക് എന്താണെങ്കിലും ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ്റെ ട്രെയിലർ എന്ന് വരുമോ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമുക്കിപ്പോൾ ആദ്യം ട്രെയിലറിൻ്റെ ആ ഒരു സിനോം, അതായത് എത്ര ഡ്യൂറേഷൻ ഉണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി എന്ന് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ മാർവലിൻ്റെ ആ ഒരു പാറ്റേണിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ 30 മുതൽ 45 ദിവസം ഇൻ ബിറ്റ്വീൻ ആണ് നമുക്ക് എന്താണെങ്കിലും ടീസേഴ്സും ട്രെയിലേഴ്സും റിലീസാവും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. സോ ആ ഒരു സെയിം ലോജിക്ക് നമ്മൾ ഇതിപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുവാണെങ്കിൽ തന്നെ മാർച്ച് അവസാനം നമുക്കൊരു ഒഫീഷ്യൽ ട്രെയിലർ കിട്ടാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ആൻഡ് ഈ ട്രെയിലറിനകത്ത് ഞാൻ മറ്റൊരു വലിയൊരു റൂമർ കേട്ടത്, ഫൈനലി നമുക്ക് ഫുൾ ഫ്ലെഡ്ജ് ലുക്കിൽ ഹ്യൂ ജാക്മാൻ്റെ വൂൾവറിനെ കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ടീസറിനകത്ത് അവർ ജസ്റ്റ് ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അതെന്താണെങ്കിലും ടീസർ തന്നെയായിരുന്നു. സോ നമുക്ക് എന്താണെങ്കിലും ഹ്യൂ ജാക്മാനെ ഒരു ഫുൾ ഫ്ലെഡ്ജ് കോസ്റ്റ്യൂമിൽ വരുന്ന നമുക്ക് എന്താണ് ഇതിനകത്ത് കാണാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ മാർച്ച് വരെ വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി നിങ്ങൾ എക്സൈറ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാതെ തന്നെയാണ്. ആൻഡ് ഈ ആഴ്ച നമ്മുടെ ഡ്യൂൺ ഇറങ്ങുന്നുണ്ട് 2ാമത്തെ പാർട്ട്. നിങ്ങൾ ആരൊക്കെ സിനിമ കാണാൻ വേണ്ടി എക്സൈറ്റഡ് ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. ആരൊക്കെ ഐമാക്സിൽ പോയി കാണുന്നുണ്ട്, കാരണം ആദ്യത്തെ സിനിമ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് ഞാൻ എന്താണെങ്കിലും ഐമാക്സിൽ പോയി കാണും. അതാണ് ഞാൻ വിചാരിച്ചു വെച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ റിവ്യൂ നിങ്ങൾക്ക് എന്താണെങ്കിലും താമസിക്കാതെ പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. സോ ഇതൊക്കെ തന്നെയാണ് നമുക്ക് എന്താണെങ്കിൽ ഈ ആഴ്ച ഹോളിവുഡിൽ സംഭവിക്കുന്ന സീരീസുകളെക്കുറിച്ചും അതുകൂടാതെ തന്നെ സിനിമകളെക്കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് കാര്യത്തിലാണ് നിങ്ങൾ ആക്ച്വലി എക്സൈറ്റഡ് ആയിട്ടുള്ളത്? നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ once again, thank you so much for watching this video guys. Stay safe guys, stay awesome. See you guys next episode.